ഇന്നത്തെ സ്പെഷ്യൽ വെണ്ടയ്ക്ക തൈരാണ് കേട്ടോ. ഇതിന് വേറെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബ് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ ഞാൻ പേര് മറന്നുപോയി കേട്ടോ. ഇപ്പം എല്ലാവർക്കും ദശമീൻ്റെ നോൽമ്പൊക്കെ ആയതുകൊണ്ട് പച്ചക്കറിയാണല്ലോ, അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ഇറച്ചി മീനൊക്കെ കൂട്ടിയാൽ നമുക്ക് ഊണ് ഇറങ്ങണമെങ്കിൽ കുറച്ച് പുളിയൊക്കെ ഉള്ള സാധനമാകുമ്പോൾ അവിടെ കഴിക്കാമല്ലോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ചെറുതാക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഓവർ മുരിയണ്ട, പക്ഷെ ഒന്ന് ഒരു ഡ്രൈ ആയിട്ടുള്ള പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച വലിയുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓവർ വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി കുറച്ച് തൈര് ഒഴിച്ചിട്ട് അതിനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക തൈര് റെഡി ആയിട്ടോ. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ.